ഈ വീട്ടിൽ എന്തൊക്കെയാ നടക്കുന്നതെന്ന് എനിക്ക് അറിയില്ലെന്നാണ് വിചാരിച്ചേ. എനിക്കെല്ലാം അറിയാം. ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാനല്ലേ പറഞ്ഞു തരുന്നത്. അപ്പോ സ്വത്തിനു വേണ്ടി നിങ്ങൾ എന്നെ പറ്റിച്ചതാണല്ലേ? ഇത്രയും നാളും നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹം കള്ളമായിരുന്നല്ലേ? എല്ലാം നാടകമായിരുന്നോ? ഇതെല്ലാം അഭിനയമായിരുന്നു. പക്ക ഫ്രോഡുകളാ ബേബി ഇവരൊക്കെ. ആയിരം കള്ളം പറഞ്ഞെങ്കിലും ഒരു കല്യാണം നടത്തണമെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഇവര് നിന്നെ ഈ വീട്ടിലെ അടിമയാക്കാൻ വേണ്ടി, സ്വത്ത് കൈവിട്ട് പോകാതിരിക്കാൻ വേണ്ടി 1000 നുണ പറഞ്ഞിരിക്കുക. നിന്നെയും എന്നെയും പറ്റിച്ചിരിക്കുന്നു. നിങ്ങൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കുക. ഞങ്ങൾ ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. അതെ ആന്റി, ഞങ്ങൾ സഹോദരങ്ങൾ ഒന്നായിരിക്കാൻ വേണ്ടിയിട്ട് അഭിമസം അങ്ങനെ ചെയ്തതാണ്. കാർത്തികെ ഞങ്ങളുടെ സ്വന്തം സഹോദരിയെ പോലെ കണ്ടതല്ലാതെ അതിന് പുറകിൽ വേറൊരു ദുരുദ്ദേശവും ഇല്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ കാർത്തികെ എന്തിനാ ഭീഷണിപ്പെടുത്തിയത്? കാർത്തിക അഖിലിനെ നോക്കിയില്ലെങ്കിൽ വിവാഹമോചനം മാത്രമേ കിട്ടൂ, ജീവനാംശം തരില്ലെന്ന് എന്തിനാ പറഞ്ഞത്? അത് കാർത്തികയ്ക്ക് ഒരു മാറ്റം വരാൻ വേണ്ടിയായിരുന്നു ചെറിയമ്മേ. നിങ്ങൾക്ക് എന്തു മാറ്റോ വേണ്ടത്? സത്യം പറഞ്ഞു പോലും എന്നെ മാറ്റാമായിരുന്നു ഏട്ടത്തി. കള്ളം പറഞ്ഞ് എന്നെ വഞ്ചിച്ചിരിക്കുകയാണ്. സ്വത്തിനു വേണ്ടി ഇത്രയും തരം താഴാമോ? കാർത്തിക, ആവശ്യമില്ലെന്ന് പറഞ്ഞ് പറയല്ലേ. എന്റെ ഏട്ടനും എടുത്തി അങ്ങനെയുള്ള ആൾക്കാരല്ല. ഞാൻ നിന്നെ എന്തുമാത്രം സ്നേഹിച്ചിരുന്നു അഖിൽ. ഏട്ടനെയും ഏട്ടത്തെയും വിശ്വസിച്ചു. പക്ഷെ എല്ലാവരും ചേർന്ന് എന്നെ ചീറ്റ് ചെയ്തു. എന്റെ മനസ്സ് നിങ്ങൾ തകർത്തു. ഒരു മാസം നിങ്ങൾ ഒരുമിച്ച് നിന്നാ പിന്നെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഒന്നിച്ചായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്തേ. അതെങ്ങനെ ഒരു ചതിയാകും? വിവാഹമോചനം നൽകിയില്ലെങ്കിൽ ജീവനാംശം കൊടുക്കണ്ടല്ലോ, അതൊരു പറ്റിപ്പല്ലേ? കാർത്തിക അഖിലിനെ ഡിവോഴ്സ് ചെയ്ത് കിട്ടുന്ന ജീവനാംശത്തിനേക്കാൾ അവർ ഒരുമിച്ച് നിന്നാ കിട്ടുന്ന സ്വത്താണ് ഏറ്റവും വലുത്. അല്ലാതെ നിങ്ങൾ പറയും പോലെ ഞങ്ങൾക്ക് സ്വത്താണ് ഏറ്റവും വലുതായിരുന്നെങ്കിൽ അഖിലും കാർത്തികയും പിരിയുന്നതാണ് ബെറ്റർ എന്ന് ഞങ്ങൾ വിചാരിച്ചാണ്. നിങ്ങൾ എന്ത് വേണം വിചാരിച്ചോളൂ. നിങ്ങളെപ്പോലുള്ള ആളുകളുമായി ബന്ധം വെക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. പറയൂ ബേബി, ഇനിയും ഈ ചതിയന്മാരോടൊപ്പം, ഈ കള്ളം പറയുന്ന ആൾക്കാരോടൊപ്പം നിനക്ക് ജീവിക്കാൻ പറ്റുമോ? ജീവിതകാലം മുഴുവൻ ഈ അഖിലിനെ ശുശ്രൂഷിച്ചുകൊണ്ട് ഇവരുടെ അടിമയായിട്ട് നിനക്ക് നിൽക്കാൻ പറ്റുമോ? നിന്റെ ലൈഫ് നീ നശിപ്പിക്കാൻ പോവാണോ? പറയ്. ഇല്ല മമ്മി, കറക്റ്റ് സമയത്ത് വന്ന് എന്റെ ജീവിതം രക്ഷിച്ചു. എനിക്ക് ഈ വീടും വേണ്ട, അഖിലും വേണ്ട. എനിക്ക് ഡിവോഴ്സ് വേണം, ജീവനാംശവും വേണം. കാലാവധി കഴിഞ്ഞ് ഞാൻ ഈ വീട് വിട്ടിറങ്ങും മമ്മി. എന്തൊക്കെ ഈ പറയുന്നത് കാർത്തിക? അഖിലിനോട് ഇപ്പോഴും പ്രണയമുള്ളതല്ലേ? പിന്നെങ്ങനെയാ വിട്ടിട്ട് പോകുന്നേ? ആ പ്രണയത്തെ നിങ്ങളല്ലേ കൊന്നുകളഞ്ഞത്? ഒരു കള്ളം പറഞ്ഞ് ഞങ്ങളെ ചേർക്കുന്നതിന് പകരം എന്നേക്കുമായി ഞങ്ങളെ വേർപെടുത്തിയില്ലേ? എനിക്ക് ഈ വീടും വേണ്ട, അഖിലും വേണ്ട. എനിക്ക് ഡിവോഴ്സ് വേണം, ജീവനാംശവും വേണം. കാലാവധി കഴിഞ്ഞ് ഞാൻ ഈ വീട് വിട്ടിറങ്ങും മമ്മി. എന്തൊക്കെ ഈ പറയുന്നത് കാർത്തിക? അഖിലിനോട് ഇപ്പോഴും പ്രണയമുള്ളതല്ലേ? പിന്നെങ്ങനെയാ വിട്ടിട്ട് പോകുന്നേ? ആ പ്രണയത്തെ നിങ്ങളല്ലേ കൊന്നുകളഞ്ഞത്? ഒരു കള്ളം പറഞ്ഞ് ഞങ്ങളെ ചേർക്കുന്നതിന് പകരം എന്നേക്കുമായി ഞങ്ങളെ വേർപെടുത്തിയില്ലേ? എന്റെ ബേബി പറഞ്ഞതെല്ലാരും കേട്ടല്ലോ. വിവാഹമോചനത്തിന് തയ്യാറായിക്കോളൂ. സിസ്റ്റർ നിൽക്ക്, ഞാൻ പറയുന്ന കേൾക്ക്.
എന്തിനാ മോളെ ഇങ്ങനെ ചെയ്തേ? അറ്റ്ലീസ്റ്റ് ഞങ്ങളോടെങ്കിലും ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോ? നീ ചെയ്തത് നല്ലതിനായിരുന്നെങ്കിലും ഇപ്പൊ അത് വലിയ എന്ത് തെറ്റ് ചെയ്തു? വസുവേട്ടത്തി ജഡ്ജി മാഡത്തിനെ കൺവിൻസ് ചെയ്ത കാര്യം മമ്മി എങ്ങനെ അറിഞ്ഞു? ഞാൻ ഇന്ന് വൈകുന്നേരമാ ആ ജഡ്ജും വസുവും തമ്മിൽ സംസാരിക്കുന്നത് കണ്ടത് ബേബി. എന്തായാലും അവർ സംസാരിക്കുന്നത് ഞാൻ വീഡിയോ എടുത്തു. വീട്ടിലേക്ക് വന്ന് എല്ലാവരെയും നിർത്തി ചോദ്യം ചോദിക്കണമെന്ന് വിചാരിച്ചു. ഭാസ്കറും ഭാവനയും കൂടെ ഫോട്ടോസും വീഡിയോസും കാണിക്കുന്ന ഐഡിയയിലൂടെ എന്റെ കാര്യം എളുപ്പമാക്കി. അതുകൊണ്ട് വീഡിയോ എല്ലാവരെയും കാണിച്ച് അവരുടെ പ്ലാൻ പുറത്തു കൊണ്ടുവന്നു. എത്ര വലിയ കള്ളോ, എത്ര വലിയ ചതിയാന്നറിയോ ഇത്? സ്വത്തിന് വേണ്ടിയിട്ട് അവസാനം ജഡ്ജി മേഡത്തിനെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ അഭിയും വസും തരം താണിരിക്കുകയാണല്ലോ. എനിക്ക് തുടക്കം തൊട്ടേ സംശയം ഉണ്ടായിരുന്നതാ. ഇത് വലിയ പ്ലാനാണ് ബേബി. അവര് വീണ്ടും ഈ വീട്ടിൽ നിന്നെ ഒരു അടിമയാക്കി നിർത്താൻ ശ്രമിക്കുക ബേബി. കാല് സ്വാധീനമില്ലാത്തവന് ജീവിതകാലം മുഴുവൻ നിന്നെ കൊണ്ട് ശുശ്രൂഷിപ്പിച്ച് നിന്റെ ജീവിതം തകർക്കാനാ അവർ ശ്രമിക്കുന്നത് ബേബി. അതെ, നിങ്ങൾ പിരിഞ്ഞു പോയാ നിങ്ങൾക്ക് ജീവനാംശം തരേണ്ടി വരുള്ളൂന്ന് വിചാരിച്ച് അഭിയും വസും ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നതാ. നീ ഒരു പാവത്തിനെ പോലെ അഖിലിന്റെ കാര്യം നോക്കി അടിമയെ പോലെ ജീവിക്കും. അഖിൽ ഒരിക്കലും ഇനി എഴുന്നേറ്റ് നടക്കില്ല ബേബി. അവന്റെ ദേഷ്യവും കുറയാൻ പോണില്ല. എങ്ങനെയെങ്കിലും കാലാവധി കഴിയുന്നത് വരെ ഈ വീട്ടിൽ നിന്നിട്ട് അതിനുശേഷം ഡിവോഴ്സും ജീവനാംശവും വാങ്ങിയിട്ട് നമുക്ക് പോകാം. അഖിലിന്റെ സ്വത്ത് നിന്റെ കയ്യിലേക്ക് കിട്ടിയ പിന്നെ നീ ആരുടെ മുന്നിൽ തല കുറിക്കേണ്ട ആവശ്യമില്ല. തന്റെ അടുത്തോടെ കാലുമേ കാലും കയറ്റിയിരുന്ന് നിനക്ക് ജീവിക്കാം. എന്താ ബേബി ഇനി ആലോചിക്കുന്നേ? ഞങ്ങൾ എന്തെങ്കിലും തെറ്റായാണോ പറയുന്നത്? അല്ല മമ്മി, ഇന്ന് മമ്മി എനിക്കൊരു നല്ല കാര്യം ചെയ്തിരിക്കുന്നു. എന്റെ നല്ല സമയം കൊണ്ട് വസുവേട്ടത്തിയും ജഡ്ജി മാഡവും സംസാരിക്കുന്നത് മമ്മി കണ്ടു. എനിക്ക് ഭാഗ്യമുള്ളത് കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റി. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ജീവിതകാലം മുഴുവനും ഇവിടെ അടിമയായിട്ട് കഴിയേണ്ടി വന്നേനെ. ഒരു മാസം കഴിഞ്ഞിട്ട് ജഡ്ജിയുടെ മുന്നിൽ നിന്നെ കൂട്ടിക്കൊണ്ടുപോയി നിർത്തി എനിക്ക് ഡിവോഴ്സ് വേണ്ട, അഖിലിനെയാണ് എനിക്ക് വേണ്ടതെന്ന് നിന്നെ കൊണ്ട് പറയിച്ച് അതിനുശേഷം നിന്നെ ഈ വീട്ടിലെ വേലക്കാരിയാക്കി മാറ്റി കളിപ്പിക്കാന്നാ ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതാ. ആ വസുവിനെയും ഭാവനയും വിശ്വസിക്കരുതെന്ന്. ഇപ്പൊ നോക്ക്, ഞാൻ പറഞ്ഞതല്ലേ സംഭവിച്ചത്. അതെ ആന്റി, സത്യം എന്താണെന്ന് അന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവരെന്നോട് കാണിച്ചത് യഥാർത്ഥ സ്നേഹമാണെന്ന് ഞാൻ കരുതി. അവരഭിനയത്തിൽ മിടുക്കരാണ് ബേബി. നിന്നെ എളുപ്പത്തിൽ അവർ പറ്റിക്കും. പക്ഷെ എന്റെ അടുത്ത് അവരുടെ അടവൊന്നും നടക്കില്ല. ഇനി അവരുടെ ഒരു അടവും എന്റെ അടുത്തും നടക്കില്ല മമ്മി. കാലാവധി തീരുന്നതുവരെ ഞാൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടാകും. പക്ഷേ ഒരു ജോലിയും ഞാൻ ചെയ്യില്ല. അഖിലിന് വേണ്ടി ഒന്നും തന്നെ ചെയ്യില്ല. അവന്റെ കാല് ശരിയായാലും ഇല്ലെങ്കിലും കാലാവധി കഴിഞ്ഞുടനെ ഞാൻ ഡിവോഴ്സ് ചോദിക്കും. ജീവനാംശവും വാങ്ങി മമ്മിയുടെ അടുത്തേക്ക് വരും. ഇത് ഉറപ്പാ. ദാറ്റ്സ് മൈ ബേബി. അമ്മോ, ഇവക്ക് ഡിവോഴ്സ് കിട്ടിയ എന്റെ കല്യാണത്തിന് തോരണ കെട്ടിയതുപോലെയാ. ആ പ്രണയത്തെ നിങ്ങളല്ലേ കൊന്നുകളഞ്ഞത്.
ഒരു കള്ളം പറഞ്ഞ് ഞങ്ങളെ ചേർക്കുന്നതിന് പകരം എന്നേക്കുമായി ഞങ്ങളെ വേർപെടുത്തിയില്ലേ? വസുന്ധര, താനെന്താ ഇവിടെ വിഷമിച്ചിരിക്കുവാണോ? വിഷമിക്കാതെ എങ്ങനെ ഇരിക്കാൻ പറ്റും ഏട്ടാ? തെറ്റ് ചെയ്തവരാണ് വിഷമിച്ചിരിക്കേണ്ടത്, അല്ലാതെ താനെന്തിനിങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? താൻ നല്ലത് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. അഖിലും കാർത്തികയും പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി താൻ ജഡ്ജിയോട് അങ്ങനെ പറയാൻ പറഞ്ഞു. അതവർക്ക് തെറ്റായി തോന്നിയിരിക്കുക, തെറ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ആ അംബികാദേവിയുടെ ക്യാരക്ടർ അങ്ങനെയാണെന്ന് താനങ്ങ് വിചാരിച്ചാൽ മതി, വിട്ടേക്ക്. അങ്ങനെ വെറുതെ വിട്ടാ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ പറ്റില്ല. ഇത്രയും നാളെ ചെയ്തതൊക്കെ വെറുതെയായി. വീണ്ടും എല്ലാം തുടക്കത്തിലേ വന്ന് നിൽക്കുക. അതാണ് എന്നെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെയ്ത കാര്യങ്ങളുടെയൊക്കെ ഫലമായി കാർത്തികയ്ക്ക് ഒരുപാട് മാറ്റം ഉണ്ടായെന്ന് വിചാരിച്ച അഖിലിനെ നന്നായിട്ട് നോക്കി ഡിവോഴ്സ് വേണ്ട നമ്മൾ പറയുന്നു വിചാരിച്ചു. രണ്ടുപേരും ഒരുമിച്ച് ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടെ ജീവിക്കുമെന്ന് ആശിച്ചു. കാർത്തികയുടെ അമ്മ വന്ന് എല്ലാം നശിപ്പിച്ചു. കാർത്തികയെ അവര് വീണ്ടും മാറ്റിയെടുത്തു. ഇപ്പൊ കാർത്തികയ്ക്ക് അഖിലിന് വേണ്ടെന്നും ഡിവോഴ്സ് വേണമെന്നൊക്കെയാ പറയുന്നത്. എന്താ ഇപ്പൊ ചെയ്യാ? നമുക്കിനി സമയമുണ്ടല്ലോ, താൻ ടെൻഷൻ ആവാതിരിക്കുക. അതിനുള്ളിൽ തന്നെ നമുക്ക് കാർത്തികയുടെ സ്വഭാവം മാറ്റിയെടുക്കാം. അംബികാദേവി ചെറിയമ്മ വെറുതെ ഇരിക്കുന്നു തോന്നുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങോട്ടേക്ക് വന്ന് കാർത്തികയുടെ സ്വഭാവം മാറ്റിയിട്ടാ പോകുന്നത്. ഡിവോഴ്സ് കിട്ടുന്നത് വരെ അവരിങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയും ചെയ്യും. അഖിലിന്റെ മനസ്സിന് സമാധാനം ഉണ്ടെങ്കിലേ അവൻ എഴുന്നേറ്റ് നടക്കുള്ളൂ എന്നല്ലേ ഡോക്ടർ പറഞ്ഞത്. ഇങ്ങനെ വീട്ടിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്ന അഖിലിന്റെ മനസ്സ് വിഷമിക്കില്ലേ? എപ്പോഴും ഈ സ്വഭാവം മാറ്റിക്കൊണ്ടിരിക്കുന്ന കാർത്തികയെ കണ്ട് അവൻ ഡിപ്രഷനിലേക്ക് പോവും. പിന്നെ അവന് നടക്കാൻ പറ്റിയെന്ന് വരില്ല. ഇനി അങ്ങോട്ടുള്ള ജീവിതം ആലോചിക്കുമ്പോ മനസ്സിന് വല്ലാത്ത പേടി തോന്നും ഏട്ടാ. അഖിലിന്റെ കാര്യം ഓർക്കുമ്പോ എനിക്ക് കരച്ചില്ല വരിക. അവരെ രണ്ടുപേരെ ഒരുമിപ്പിക്കാൻ നമുക്ക് വേണ്ടതെല്ലാം ചെയ്യാം. നല്ല ലക്ഷ്യത്തിനും നല്ല മനസ്സിനും ഒരിക്കലും തോൽവി സംഭവിക്കില്ല. ഈ പുതിയ വർഷത്തിലേക്ക് കാല് വെക്കുമ്പോ തന്നെ എല്ലാം നന്നായി നടക്കുമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ ആദ്യ ദിവസം തന്നെ വിഷമിക്കേണ്ട അവസ്ഥയാ വന്നത്. എല്ലാം നല്ലതിനാണെന്ന് കരുതിയാൽ മതി. കാലാവധിക്ക് മുമ്പ് തന്നെ കാർത്തിക നമ്മളെ എതിർത്ത് കഴിഞ്ഞു. അതേസമയത്ത് കാലാവധിക്ക് ശേഷമാണ് നടന്നെങ്കിൽ നമ്മൾ തോറ്റുപോവായിരുന്നു. ഇപ്പൊ ജയിക്കാനാണെങ്കിൽ നമുക്ക് സമയമുണ്ട് വസുന്ധരെ, നമുക്കത് ഉപയോഗപ്പെടുത്താം. താൻ ഒന്നുകൊണ്ടും വിഷമിക്കാതിരിക്കുക, വിശ്വാസത്തോടു കൂടി ധൈര്യമായിട്ടിരിക്കുക. ഉണ്ട് ഏട്ടാ, എന്ത് ചെയ്തിട്ടായാലും ശരി അഖിലിനെയും കാർത്തികയും ഞാൻ ഒന്നിപ്പിച്ചിരിക്കും. എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവരൊരുമിച്ച് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കും. ഈ കുടുംബം വേർപിരിയാതെ ഞാൻ നോക്കിക്കോളാം ഏട്ടാ. എന്റെ ആഗ്രഹവും ഏട്ടന്റെ ലക്ഷ്യവും നിറവേറുന്ന പോലെ ചെയ്യും. അതുപോലെ ചിന്തിക്കണം, അതുപോലെ മാത്രമേ ചിന്തിക്കാവൂ. എങ്കിലേ നമുക്ക് ധൈര്യവും വിശ്വാസവും എല്ലാം കിട്ടൂ. ആഗ്രഹിച്ച നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ജയിക്കും വസുന്ധര. നാളെ മുതൽ നമ്മൾ ആ അംബികാദേവിയെ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു.
അവരുടെ നിഴല് പോലും കാർത്തികയുടെ മേലില് വീഴാൻ പാടില്ല ഏട്ടാ. കാർത്തികയുടെ മനസ്സ് നമ്മൾ രക്ഷിക്കണം ഏട്ടാ. അങ്ങനെ തന്നെ ചെയ്യാം വസുന്ധര. ആദ്യം താൻ ധൈര്യമായിട്ടിരിക്കുക, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. താൻ ഡിപ്രസ് ആയാൽ പിന്നെ ഈ ഫാമിലി മുഴുവൻ ഡിപ്രസ് ആയി പോകും. ഇല്ല ഏട്ടാ, ഞാൻ ധൈര്യത്തോടെ ഇരിക്കുന്ന. ഇനി ഒരിക്കലും ഇതുപോലെ വിഷമിക്കില്ല. എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും ഞാൻ ഫേസ് ചെയ്യും. അഖിലും കാർത്തികയും ഒന്നിച്ച് ജീവിക്കുന്നതാ പ്രധാനം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. ഇതേ സ്പിരിറ്റോട് കൂടിയിരിക്കുക. ഞാനുണ്ടാവും തൻ്റെ കൂടെ. ഈ ഫാമിലി നമ്മോടൊപ്പം ഉണ്ടാവും. നമ്മൾ വിചാരിച്ചത് സാധിച്ചിരിക്കും. ബൈ ചെറിയച്ചാ. ബൈ ചെറിയച്ചാ. എന്താ കാർത്തികേ, നീ വീണ്ടും ഗെറ്റപ്പ് മാറ്റിയോ? മാറും ആന്റി. ഇനി എല്ലാം മാറി മറിയും. ഗെറ്റപ്പ് സെറ്റപ്പ് എല്ലാം ഞാൻ മാറ്റി കാണിക്കും. എന്നെ പറ്റിച്ചവരെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതിയോ? എന്റെ തനി നിറം ഞാൻ കാണിക്കും. എന്താ കാർത്തിക നീ ഭ്രാന്തിയെ പോലെ സംസാരിക്കുന്നേ? പോയി എനിക്ക് ടീ എടുത്തോണ്ട് വാ. കൊണ്ടുവരില്ല. ഞാൻ നിന്റെ സർവന്റ് ആണോ അതോ നേഴ്സാണോ? കാലാവധി കഴിഞ്ഞുടനെ ബന്ധം വേർപിരിഞ്ഞ ഭാര്യ. എന്തിനാ കാർത്തിക ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന? ഇനി മുതൽ എന്റെ സംസാരമെല്ലാം ഇങ്ങനെ തന്നെ ആയിരിക്കും. എന്തു പറ്റി കാർത്തിക? എല്ലാവരെയും ഞാൻ മനസ്സിലാക്കി. എന്നോട് ചെയ്ത പ്രവൃത്തികൾ ഞാൻ തിരിച്ചറിഞ്ഞു. ഈ വസുവേട്ടത്തി ചെയ്ത കള്ളത്തരം പുറത്തു വന്നു. അത് നിന്റെ നല്ലതിനു വേണ്ടി ചെയ്തതാ കാർത്തിക. നീയും അഖിലും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയില്ല അങ്ങനെയൊക്കെ ചെയ്ത. സ്വത്ത് കൈവിട്ടു പോകാൻ പാടില്ലെന്നുള്ള സ്വാർത്ഥത ഇപ്പോഴെങ്കിലും സമ്മതിക്കുന്നുണ്ടോ? എന്റെ അടുത്തേക്ക് അങ്ങനെ ഒരു സ്വാർത്ഥതയും ഇല്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ നീ ഈ വീട്ടിൽ ഉണ്ടാവുമായിരുന്നില്ല. ഒരു സ്വാർത്ഥത ഇല്ലെങ്കിൽ ജഡ്ജിയെ കൊണ്ട് പിന്നെ എന്തിനാ കള്ളം പറയിച്ചത്? ഇളയമയ്ക്ക് പോലും വസു ചെയ്ത നല്ലത് മനസ്സിലായില്ലേ ഇളമേ? ഞങ്ങൾക്കെല്ലാം നല്ലവണ്ണം മനസ്സിലായി ഏട്ടത്തി. ഇതൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാ. ഫ്രഷ് മാറ്റർ എന്താണെന്ന് അറിയാമോ? എനിക്ക് അലമാരിയുടെ താക്കോല് വേണം. ഇപ്പൊ അലമാരയുടെ ചാവി നിനക്കെന്തിനാ? എനിക്ക് ചില ചെലവുകളുണ്ട്. എനിക്ക് പണം വേണം, പുറത്തേക്ക് പോണം. നീ വീട്ടിലിരുന്ന് അഖിലിനെ നന്നായി നോക്കേണ്ടതാ. ഇവള് വീട്ടിലിരിക്കണം. നിങ്ങൾ മാത്രം ഷോപ്പിങ്ങിനും പോവും, ഫംഗ്ഷനും പോവും, നാടും ചുറ്റും. ഇടയ്ക്ക് കയറി ഇളയമ്മ വെറുതെ സംസാരിക്കരുത്. കാർത്തികയ്ക്ക് ഓരോന്ന് വളം വെച്ച് കൊടുക്കരുത്. ആന്റി എന്റെ നല്ലതിന് വേണ്ടിയാ പറയുന്നേ. ആദ്യം നിങ്ങൾ എനിക്ക് അലമാരിയുടെ താക്കോലുതാ. എനിക്ക് ആവശ്യമുള്ള പണം ഞാൻ എടുത്തോളാം. പണം വേണമെങ്കിൽ പണം വേണമെന്ന് പറയേ. എന്തിനാ അലമാരയുടെ താക്കോൽ ചോദിക്കുന്നേ? എന്താടാ ഇവക്കെന്ന് ചോദിച്ചാല്? കാർത്തിക ഈ വീട്ടിലെ മരുമകളല്ലേ? വീടിന്റെ അവകാശവും അലമാരയുടെ താക്കോലും ഒരു മരുമകളുടെ കയ്യിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ. കാർത്തികയ്ക്ക് ഈ സ്വത്തിൽ അവകാശമുള്ളതല്ലേ? അവകാശം എന്ന് പറഞ്ഞാൽ അതിനൊപ്പം ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം.
കാർത്തിക്ക് എന്ത് ഉത്തരവാദിത്തം ഉള്ളത്? ഏട്ടത്തിമാർക്ക് എന്ത് ഉത്തരവാദിത്വം ഉള്ളത്? നിങ്ങളുടെ വലിയ ഏട്ടത്തി പാചകം ചെയ്യും, ചെറിയ ഏട്ടത്തി കുട്ടികളെ നോക്കിക്കോളും. ഹ്, ഇതൊക്കെ ഒരു ഉത്തരവാദിത്വമാണോ? നീ ആ ജോലി പോലും ചെയ്യുന്നില്ലല്ലോ. ഹ്, ഞാൻ എന്തിനു ഇതൊക്കെ ചെയ്യണം? ഞാൻ ഭാവനയെടുത്തിയ പോലെ അടുക്കളയിൽ കിടക്കുന്നവളല്ല. വസുവേട്ടത്തിയെ പോലെ ഞാൻ ഈ വീട്ടിലെ വേലക്കാരിയും അല്ല. അങ്ങനെ ഇരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല.